ഹായ് നമസ്കാരം. ബിസിനസ്സുകൾ പരിചയപ്പെടുത്തുന്ന പവർടെക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, ഒരു സിമെൻറ്റ് ബ്രിക്കിൻ്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെയാണ് ഒരു ഹോളോ ബ്ലോക്കിൻ്റെ യൂണിറ്റ് തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ഇതിനകത്ത് മെയിനായിട്ട് നമുക്കൊരു ഹോളോ ബ്ലോക്കിൻ്റെ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഇവിടെ ലൈസൻസുകളോടുകൂടി മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു ഹോളോ ബ്രിക്സിൻ്റെ യൂണിറ്റുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. എന്നാലും അത് മെയിനായിട്ടും വേണ്ടുന്നത് നമ്മൾക്ക് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൈമറി ടാസ്ക്. അന്നേരം നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം ഇന്ന് കൂടുതൽ റിക്വയർമെൻ്റ് ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിമെൻറ്റ് ബ്രിക്കിൻ്റെ ഇൻഡസ്ട്രി. അതായത് വയർക്കെട്ട് ബ്രിക്സുകളും അല്ലെങ്കിൽ ചെളിയെടുക്കുന്നതിനൊക്കെ തടസ്സം നേരിടുന്നതുകൊണ്ട് ഇന്ന് കൂടുതലും യൂസ് ചെയ്യുന്നത് സിമെൻറ്റ് ബ്ലോക്കുകളാണ്. പല ഏരിയയിലും ഹോളോ ബ്ലോക്കെന്നും സിമെൻറ്റ് ബ്ലോക്കെന്നും താവൂക്കെന്നും പല പേരുകളിലാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെ അറിയപ്പെടുക. ഇത് സോളിഡായിട്ടും ഹോളോയായിട്ടുമുള്ള പല കട്ടകളും നമുക്ക് ഒരേ മെഷീനിൽ തന്നെ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അതായത് നമ്മൾക്കിത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ NOC ലഭിക്കണമെങ്കിൽ വസ്തുവിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് 10 മീറ്ററിൻ്റെ ഉള്ളിലായിരിക്കണം നമുക്കൊരു പ്രപ്പോസഡായിട്ടുള്ള ഷെഡ് സ്ഥാപിക്കേണ്ടി വരിക. അങ്ങനെ സ്ഥാപിക്കാൻ അനുയോജ്യമായ അല്ലെങ്കിൽ 25 മീറ്ററിൻ്റെ ചുറ്റളവിൽ വീടുകളില്ലാത്ത ഒരു സ്ഥലമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ഇത് കരഭൂമിയായിരിക്കണം. നമ്മുടെ വില്ലേജിൻ്റെ അല്ലെങ്കിൽ ഡേറ്റാ ബാങ്കിൽ കരഭൂമിയായിട്ടുള്ളൊരു സ്ഥലം തയ്യാറാക്കി അതിൻ്റെ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹോളോ ബ്ലോക്കിൻ്റെ മെഷീൻ നമുക്ക് ആ യൂണിറ്റ് നമുക്ക് അവിടെ സ്ഥാപിക്കാൻ പറ്റും. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇതേപോലെ ഒരു ഹോളോ ബ്ലോക്കിൻ്റെ മെഷീന്, അതിന് വേണ്ടുന്ന കോൺക്രീറ്റ് മിക്സ് ചെയ്യാനുള്ള മെഷീൻസ്, അതിൻ്റെ അച്ചുകൾ, അതിൻ്റെ ട്രോളി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് മെഷീനറി ആയിട്ട് നമുക്കിതിനകത്തേക്ക് വേണ്ടി വരിക. എന്നിട്ട് ഇതിന് വേണ്ടുന്ന കോൺക്രീറ്റ് നമ്മൾ മിക്സർ മെഷീനകത്ത് മിക്സ് ചെയ്യുകയും ഈ ട്രേയിലേക്ക് നമ്മൾ ആ പറയുന്ന മെഷീന് ആ മിക്സിനെ കൊണ്ടുവന്ന് ഇടുന്നതിന് ശേഷം നമ്മൾ ഈ ഡൈകൾക്കകത്തേക്ക് അത് ഫീഡ് ചെയ്യുകയായിരിക്കും ചെയ്യുക. അങ്ങനെ ഫീഡ് ചെയ്ത് നമ്മൾ ഹൈഡ്രോളിക്കലി ഇതിനെ പഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ബ്രിക്ക് മേക്ക് ചെയ്യുന്നത്. അന്നേരം അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷീനറികൾ നമുക്ക് അവൈലബിൾ ആണ്. പല മോഡലിൽ, പല ക്വാണ്ടിറ്റിയിൽ, പല ക്വാളിറ്റിയിലുള്ള മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനെ നമുക്ക് മോഡൽ നെയിം കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു സ്ട്രോക്കിൽ എത്ര ബ്ലോക്കാണ് ഉണ്ടാകുന്നതുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബ്രിക്ക് മെഷീൻ്റെ ക്ലാസിഫിക്കേഷൻ വരെ 860, 1060, 1660 ഇങ്ങനെ പല മോഡലുകളിൽ നമുക്ക് മെഷീൻസ് അവൈലബിൾ ആണ്. എന്നാൽ അതേപോലെ തന്നെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടും നമുക്ക് മെഷീനറിക്കകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷീനറീസ് അവൈലബിൾ ആണ്. സിംഗിൾ വൈബ്രേറ്റർ, ഡബിൾ വൈബ്രേറ്റർ, ട്രിപ്പിൾ വൈബ്രേറ്റർ, പഞ്ച് ഫ്രീ, ഓട്ടോ ഫീഡർ, ഇങ്ങനെ ഡിഫറെൻറ്റ് ക്വാളിറ്റിയിലുള്ള മെഷീൻസ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവൈലബിൾ ആണ്. അന്നേരം നമുക്ക് മെഷീനെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റും. നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ കാണുന്നത് പവർടെക്കിൻ്റെ 860 എന്ന് പറയുന്ന ഒരു ട്രിപ്പിൾ വൈബ്രേറ്റർ മെഷീനാണ്. അന്നേരം ഇതിനെ നമ്മൾ പറയുന്നത് എഗ് ലേയിങ് മെഷീൻസ് എന്നാണ്. അതായത് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കട്ടകൾ അടിച്ചടിച്ച് പോകുന്ന ഒരു മോഡൽ മെഷീൻസാണിത്. അന്നേരം നമുക്കിതിന് പഞ്ചിങ് ആവശ്യമില്ല. നമ്മൾ മെറ്റീരിയൽ കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ ഈ ലിവറിൽ ഈ പറയുന്ന മെഷീനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യും, അല്ല ഡൈയെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യും, മെറ്റീരിയൽസ് നമുക്ക് അതിനകത്തേക്ക് തള്ളിയിട്ടതിന് ശേഷം നമ്മൾ സ്വിച്ച് വഴി നമ്മൾ ഇതിനകത്ത് വൈബ്രേഷൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വൈബ്രേഷൻ അപ്ലൈ ചെയ്യുകയും ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വൈബ്രേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മാനുവലായിട്ട് നമുക്ക് വൈബ്രേഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾക്കിത് പമ്പിൻ്റെ സ്റ്റാർട്ടറാണ്. പമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഹൈഡ്രോളിക്കിൽ നമ്മളിതിനെ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം വൈബ്രേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സെമിയായിട്ട് ഇതിനെ ഡൈയെ താത്ത് വെച്ച് വൈബ്രേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കട്ടയുടെ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുന്നു. എന്നിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മെഷീനുകളെ അപേക്ഷിച്ച് ഇതിനകത്ത് നോയ്സ് വളരെ കുറവായിരിക്കും. വളരെ കുറഞ്ഞ നോയ്സിൽ നമുക്ക് ബ്രിക്ക് മേക്ക് ചെയ്യാൻ പറ്റും. തൊട്ടടുത്തുള്ള ഇതിൽ വലിയ നോയ്സിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ഇതിനകത്തുണ്ടാകുന്ന കട്ടകൾ വളരെ സ്ട്രോങ് ആയിരിക്കും. ക്വാളിറ്റി വൈസിൽ നല്ല ക്വാളിറ്റിയുള്ള കട്ടകളാണ് നമുക്ക് ഇതിനകത്തേക്ക് എത്തിക്കുക. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ് പവർടെക്കിൻ്റെ മെഷീനറീസിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ മെഷീൻ്റെ ബിൽറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് മെഷീനറി മേക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന പെരിഫറൽസ് എല്ലാം തന്നെ ബ്രാൻഡഡ് പെരിഫറൽസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മോട്ടറായാലും പമ്പായാലും ചാനലായാലും എല്ലാം തന്നെ ഇതിനകത്ത് നമ്മൾ ബ്രാൻഡഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഡൈകളെല്ലാം തന്നെ ലേസർ കട്ട് ചെയ്ത് 10mm 6mm പ്ലേറ്റിൽ തിക്നെസ്സിലാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഒരാൾ മെഷീനറി വാങ്ങുകയാണെങ്കിൽ ഇതിന് വേണ്ടുന്ന എല്ലാവിധ സപ്പോർട്ടുകളും നമ്മളിതിൻ്റെ ബാക്ക് ആൻഡ് സപ്പോർട്ടുകളെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മെഷീനറിയുടെ ഇൻസ്റ്റലേഷൻ ആയാലും ട്രയൽ റൺ ആയാലും അതിൻ്റെ ഇറക്ഷൻ ആയാലും ഇങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടുകളും നമ്മൾ ചെയ്തുകൊണ്ടായിരിക്കും മെഷീനറിയിലേക്ക് എത്തുക. ബ്രിക്ക് മേക്കിംഗ് മെഷീനെ ബേസ് ചെയ്തിട്ടുള്ള അതിനോടൊപ്പം തന്നെ അനിവാര്യമായിട്ടുള്ളൊരു യൂണിറ്റാണ് ഇതിൻ്റെ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനുള്ള മെഷീൻസ്. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻസ് 3 ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. മുക്കാൽ ബാഗ്, ഫുൾ ബാഗ് ഹൈഡ്രോളിക്. അതിൽ ഫുൾ ബാഗ് ഹൈഡ്രോളിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി മിക്സർ മെഷീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഫുൾ ബാഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഒരു ചാക്ക് സിമെൻറ്റ് കുഴയ്ക്കുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഫുൾ ബാഗ് എന്ന് പറയുന്നത്. പക്ഷേ ഹോളോ ബ്ലോക്കിൻ്റെ മാനുഫാക്ചറിങ്ങിൽ ഒരിക്കലും നമ്മളൊരു ചാക്ക് പൂർണ്ണമായിട്ടും
ഇടത്തില്ല. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ചട്ടി സിമെൻ്റ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുക. അതിനകത്ത് നമ്മൾ ഹോളോ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽസ് കൂടുതലും സിമെൻറ്റ് കുറവായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഫുൾ ബാഗ് മിക്സർ മെഷീൻ്റെ ഡ്രമ്മിൻ്റെ അടിഭാഗം ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിരിക്കും. 5 HP ആയിരിക്കും ഇതിൻ്റെ പവർ കൺസപ്ഷൻ. നമ്മൾ ടോട്ടലി ഒരു ഹോളോ ബ്ലോക്കിൻ്റെ യൂണിറ്റ് ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 9.5 മുതൽ ഒരു 12.5 HP വരെ ആയിരിക്കും പവർ കൺസംഷൻ വരിക. അത് 3 ഫേസ് കറണ്ടാണ് നമുക്ക് അതിനകത്ത് ആവശ്യമായിട്ട് വരിക. ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1000 കട്ട വരെ നമുക്കൊരു ദിവസം നിർമ്മിക്കാം. ഈ പറയുന്ന യൂണിറ്റ് തുടങ്ങുന്നതിലേക്കും അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിലേക്കും നമ്മൾ കമ്പനിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ താഴെ ചാനലിൻ്റെ ലിങ്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരം മിഷനറികളെ പറ്റിയിട്ട് കൂടുതൽ മിഷനറികളെ പറ്റിയിട്ട് പരിചയപ്പെടാനും ലോണുകളെ പറ്റിയിട്ടും സബ്സിഡികളെ പറ്റിയിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.